യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയ കേസിൽ യുവദമ്പതികൾ അറസ്റ്റിൽ. പത്തനംതിട്ട കോയിപ്രം അന്താലിമണിലാണ് രണ്ട് യുവാക്കൾ അതിക്രൂര പീഡനത്തിനിരയായത്. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശിയായ ജയേഷ്, ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായത്. ആലപ്പുഴ, റാന്നി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഹണി ട്രാപ്പിനിരയായത്. യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ പിൻ അടിച്ചെന്നും കെട്ടിത്തൂക്കിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചെന്നും എഫ്ഐആർ. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ രമേശ്, ഹണി ട്രാപ്പിൽ കുടുക്കിയെന്നും മാത്രമല്ല അതിക്രൂരമായ പീഡനമുറകളാണ് ഈ യുവാക്കൾക്ക് നേരെ നടന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? രോഹിണി, ഇന്ന് രാവിലെയാണ് ആറന്മുള പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ, അതായത് യുവദമ്പതികളായിട്ടുള്ള രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പോലീസ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് സൈക്കോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ക്രിമിനലുകളെ, ആ രണ്ട് ദമ്പതികളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സൈക്കോപാത്ത് മനസ്ഥിതിയുള്ള ആളുകൾ എന്നുള്ളതാണ് പോലീസ് എഫ്ഐആറിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഹണി ട്രാപ്പിൽ ഇവർ മറ്റ് രണ്ട് യുവാക്കളെ കുടുക്കിക്കൊണ്ട് സ്വന്തം വീട്ടിലെത്തിച്ചുകൊണ്ട് അവരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസ് വന്നിരിക്കുന്നത്. ആലപ്പുഴ, അതോടൊപ്പം തന്നെ റാന്നി സ്വദേശികളായിട്ടുള്ള രണ്ട് യുവാക്കളാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട കോയിപ്രം ആന്താലിമണ്ണിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശിയായിട്ടുള്ള ജയേഷും ഭാര്യ രശ്മി എന്നിവർക്കെതിരെയാണ് യുവാക്കൾ പരാതി നൽകിയത്. പരാതി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കാര്യങ്ങൾ വ്യക്തമാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ യുവ ദമ്പതികളെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള ഉപദ്രവം ഈ രണ്ട് യുവദമ്പതികൾ മറ്റു രണ്ട് ചെറുപ്പക്കാർക്കെതിരായിട്ട് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഹണി ട്രാപ്പിൽ പെടുത്തി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം കൈകാലുകൾ കെട്ടിയിട്ടുകൊണ്ട് കമ്പിവടി ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളെ മർദ്ദിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് മോതിരവിരൽ അമർത്തുകയും അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഉപദ്രവം നടത്തി. മാത്രമല്ല യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലെയർ പിന്ന് അടിച്ചു വെച്ചുകൊണ്ടടക്കം ഉപദ്രവിച്ചു എന്നും പോലീസ് എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നു. റാന്നി സ്വദേശിയായിട്ടുള്ള യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ 23ഓളം സ്റ്റാപ്ലെർ പിന്നുകളാണ് ഇവർ അടിച്ചതെന്നും പോലീസ് എഫ്ഐആറിൽ തന്നെ സൂചിപ്പിക്കുന്നു. എത്രത്തോളം ക്രൂരമായിട്ടാണ് അവർ ആ കൃത്യം നടത്തിയത് എന്നുള്ളത് പോലീസ് എഫ്ഐആർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യമാകും. എന്തായാലും നിലവിൽ ഇവർ രണ്ടുപേരുടെയും അറസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കി റിമാൻഡ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് ആറന്മുള പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഗൂഗിൾ, ഇതിൽ വേറെയും ഇരകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ടോ? കാരണം പലപ്പോഴും ഈ ഹണി ട്രാപ്പിൽ പെടുന്നവർ നാണക്കേട് കാരണം പോലീസിന് മുൻപാകെ പരാതി നൽകുന്നതിൽ നിന്ന് മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരുടെ ഒരു അക്രമ വാസന കൃത്യമാണ്. എഫ്ഐആറിൽ പോലും സൈക്കോ എന്നാണ് ഈ പ്രതികൾക്കെതിരെ എഴുതി ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രവണതകൾ വച്ചു പുലർത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം കൂടി അനിവാര്യമല്ലേ? സ്വാഭാവികമായിട്ടും പോലീസ് ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. രോഹിണി, എന്തായാലും ഈ അറസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ ചോദ്യം ചെയ്യലിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ടും ഇതേ ക്രിമിനൽ അല്ലെങ്കിൽ ഇതിലെ ക്രിമിനൽ രീതികൾ മറ്റാരെങ്കിലും അവലംബിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള സംഭവങ്ങൾ, പൂർവ്വ സംഭവങ്ങൾ കൂടി പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ടാവും. അതിനുശേഷം എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. റിമാൻഡിലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും തെളിവെടുപ്പ് നടപടികൾ അടക്കം ഇപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസ് പ്രഥമഘട്ടത്തിൽ ഈ രണ്ട് യുവാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടത്തും. എന്തായാലും അത് കൂടുതൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇതിനോടനുബന്ധമായി തന്നെ അന്വേഷിക്കുമെന്നാണ് ആറന്മുള പോലീസിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.